ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റണ്ണിങ് LED സ്ട്രിപ്പാണ്. വാട്ടർ ഫ്ലോയിങ് LED സ്ട്രിപ്പ് അല്ലെങ്കിൽ പിക്സൽ LED സ്ട്രിപ്പ് എന്നൊക്കെ ഇതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ആർക്കിടെക്ചർ ലൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ഫ്ലോയിങ് സ്ട്രിപ്പാണ് ഈ കാണുന്ന പിക്സൽ LED സ്ട്രിപ്പ്. അപ്പോൾ ഈ ഒരു LED സ്ട്രിപ്പിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ്, കൺട്രോളർ എങ്ങനെ കണക്ട് ചെയ്യാം, സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഈ കാണുന്നത് പിക്സൽ LED സ്ട്രിപ്പാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് 120 LED പെർ മീറ്റർ വരുന്ന പിക്സൽ സ്ട്രിപ്പാണ്. 120 LED ആണ് ഒരു മീറ്ററിൽ വരിക. ഇത് 24 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ഇല്ലാതെ നമുക്ക് 10 മീറ്റർ 15 മീറ്റർ വരെയൊക്കെ നമുക്കിത് കൊടുക്കാനായിട്ട് കഴിയും. DC ഇഞ്ചക്ഷൻ വളരെ കുറവ് മാത്രം മതിയാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ബ്രൈറ്റ്നസ് ഒട്ടും തന്നെ ഡ്രോപ്പ് ആവാതെ നമുക്ക് എൻഡ് ടു എൻഡ് കിട്ടും എന്നുള്ളതും ഈ ഒരു സ്ട്രിപ്പിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ 120 LED പെർ മീറ്റർ ആയതുകൊണ്ട് തന്നെ പ്രൊഫൈലിനുള്ളിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഡോട്ട് കാണുകയില്ല. അത്രയ്ക്ക് നല്ലൊരു ലൈനായിട്ട് നമുക്കിതിനെ ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ഇത് ഒരു റോളിൽ 10 മീറ്ററാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് 5 മീറ്റർ വരുന്ന സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്ത് സോൾഡർ ചെയ്യുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് നമുക്ക് 10 മീറ്റർ വരെ ഒറ്റ ലെങ്തിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 10 മീറ്ററിൻ്റെ റോളായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ കൺട്രോളറിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ആക്കിയ ശേഷം കൺട്രോളറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഈ കാണുന്ന യൂണിറ്റാണ് ഈ ഒരു പിക്സൽ സ്ട്രിപ്പിനെ റൺ ചെയ്യിക്കുന്ന കൺട്രോളർ. ഇതൊരു വയർലെസ് കൺട്രോളറാണ്. ഇതിൻ്റെ റിസീവിങ് യൂണിറ്റാണ് LED-യുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ LED-ക്ക് 24 വോൾട്ട് DC സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രോളറിൽ നിന്ന് അതിൻ്റെ ഒരു പാർട്ട് DC കിട്ടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. 12 വോൾട്ടിൻ്റെ സ്ട്രിപ്പിനും ഇതേ കൺട്രോളർ തന്നെ ഉപയോഗിക്കാം. 12 വോൾട്ടിൻ്റെ കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 12 വോൾട്ടിൻ്റെ സപ്ലൈ കൊടുക്കുന്നതാണ്. ഇവിടെ 24 വോൾട്ടിൻ്റെ സ്ട്രിപ്പ് ആയതുകൊണ്ട് ഇവിടെ 24 വോൾട്ടിൻ്റെ ഒരു SMPS ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺട്രോളറിൻ്റെ ട്രാൻസ്മിറ്റർ യൂണിറ്റ്, റിമോട്ടാണ്. ഈ ഒരു റിമോട്ടിൽ നമുക്ക് ഈ ഒരു സ്ട്രിപ്പിനെ ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഓൺ ഓഫ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പം ഈ സ്ട്രിപ്പ് ഓഫ് ആയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഓൺ ആക്കുന്ന സമയത്ത് വീണ്ടും ഈ എഫക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 28 മോഡാണ് ഇതിനകത്തുള്ളത്. അത് തന്നെ നമുക്ക് ഇതിനകത്ത് ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഈ B- എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ലോ ആവും. ഇപ്പോൾ ലോവർ ബ്രൈറ്റ്നസ്സിലാണിത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും ബ്രൈറ്റ്നസ് കുറഞ്ഞതായിട്ട്. ബ്രൈറ്റ്നസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ B+ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാവും. B+ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കൂടും. അങ്ങനെയാണ് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനുമാണ് S-, S+ എന്ന് പറയുന്ന ബട്ടണുകളുള്ളത്. M+, M- മോഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മോഡും മാറി മാറി വരും. പിന്നെ LED-യുടെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യുന്നത് IC സെറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ IC-യുടെ എണ്ണം കുറയും, ഇതിൽ പ്രസ് ചെയ്താൽ IC-യുടെ എണ്ണം കൂടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉള്ളത്. ബാറ്ററി ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ റിമോട്ട് പിന്നെ ഈ ഒരു ട്രാൻസ്മിറ്റർ ഒരു യൂണിറ്റ് ആയിട്ടാണ് വരിക. LED നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതാണ്. അപ്പോൾ LED-യുടെ കൂടെ ഈ ഒരു റിമോട്ട് കിട്ടുന്ന അല്ലാതെ സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ SMPS എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്ട്രിപ്പ് വാങ്ങാൻ താല്പര്യമുള്ളവർ, പിന്നെ ഈ കൺട്രോളർ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒക്കെ LED സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കുണ്ട്ര ആശുപത്രി മുക്കിലാണ് ഷോപ്പ്. നേരിട്ട് വന്ന് ഷോപ്പിൽ നിന്ന് ഇത് കളക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൊറിയറായിട്ട് അയച്ചു തരാം. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊറിയറായിട്ട് അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. ഈ സ്ട്രിപ്പിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസും അതിൻ്റെ ബാക്കി കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.